ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോർട്ട്. എല്ലാവരും USSലേക്ക് സെറ്റായി നിൽക്കണം അല്ലേ? USX എക്സാമിന് എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് അല്ലെങ്കിൽ നല്ല സ്കോളർഷിപ്പ് ഒക്കെ വാങ്ങി ആ സ്കൂളിൻ്റെ മുന്നിലുള്ള ഫ്ലെക്സ് ബോർഡിലൊക്കെ എൻ്റെ ഫോട്ടോ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും USSൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മക്കൾ സോഷ്യലിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ചാപ്റ്റർ മക്കൾ എന്തായാലും പഠിച്ചോ. ഈ ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കണം. ചാപ്റ്ററിന്റെ പേരാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, അല്ലെങ്കിൽ ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ എന്നുള്ള ചാപ്റ്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗാന്ധിജി മക്കളെ, ഗാന്ധിജി നമ്മുടെ ഒരു സമയത്ത് ഗാന്ധിജി എവിടെ ആയിരുന്നു എന്ന് അറിയോ? ഗാന്ധിജിന്റെ പഠനത്തിന്റെ ആവശ്യമായിട്ട് ഗാന്ധിജി ലോയർ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ വക്കീലായിരുന്നല്ലോ ഗാന്ധിജി. അപ്പൊ ഗാന്ധിജിന്റെ പഠനത്തിന്റെ ആവശ്യങ്ങളായിട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നു, സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അങ്ങനെ ഗാന്ധിജി പിന്നീട് എന്ത് ചെയ്യാണ്? ഒരു 1915-16 കാലഘട്ടത്തോടു കൂടി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിജിന്റെ എന്ത് തുടങ്ങുന്നത്? സമരങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ 1916 മുതൽ 48 വരെ ഗാന്ധിജി ഓരോ സമരങ്ങളും ചെയ്തു വന്നത്. അതിൽ ആദ്യകാലത്ത് കുറച്ച് സമരങ്ങളുണ്ട്. പിന്നെ ഗാന്ധിജി എന്ത് ചെയ്തു? ദേശീയ സമരങ്ങളിലേക്ക് ഗാന്ധിജി വന്നു. കുറച്ച് സമരങ്ങൾ അതിൽപ്പെട്ടതാണ് റൗലറ്റ് നിയമമുണ്ട്. ഒരു നിയമമാണ് റൗലറ്റ് നിയമം. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്ത് തരാം, ഓരോന്ന് നല്ല വിശദമാക്കിയിട്ട് എന്ത് ചെയ്യാം സാറ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങള്, അതുപോലെ തന്നെ നിസ്സഹകരണ സമരം. ഓരോ സമര രീതികളാണ്, അതാണല്ലോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലെ? സമരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൾട്ട് സത്യാഗ്രഹം ഉണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജി എപ്പോഴൊക്കെയാണ് അറസ്റ്റ് വരിച്ചത്, പിന്നെ ഗാന്ധിജിയുടെ കൂടെ കൂടിയ ഖിലാഫത്ത് പ്രസ്ഥാനം, ഖിലാഫത്ത് മൂവ്മെന്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ലീഡേഴ്സ്, നേതാക്കന്മാർ ആരൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മുടെ ഗാന്ധിജിന്റെ ഒരു കാലഘട്ടം. ഗാന്ധിജിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1916 മുതൽ എവിടെ വരെയാണ്? ഗാന്ധിജി മരിക്കുന്നത് എപ്പോഴാണ് മക്കളെ? 1948. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ഒരു വർഷം കഴിഞ്ഞ് ജാനുവരി 30 എന്ത് ചെയ്തു? മരിച്ചു. എന്ന് വെച്ചാൽ 1948 ജാനുവരി 30 ഗാന്ധിജി മരിക്കാൻ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സമരങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്നത്. നോക്കാം മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ, വാട്ട് ഈസ് നോൺ ആസ് ദ ഗാന്ധിയൻ പീരീഡ്? ഈ ഗാന്ധിയൻ പീരീഡ് അല്ലെങ്കിൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയും. ഏതാണ് ഗാന്ധിയൻ കാലഘട്ടം അല്ലെങ്കിൽ ഗാന്ധിയൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്? നോക്കണേ മക്കളെ, ഏതായിരുന്നു ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത്? നോക്കേ മക്കളെ, ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത് അവിടെ കണ്ടോ, 1919-48 എന്തെന്ന് പറയുന്നത് ഗാന്ധിയൻ പീരീഡ് അല്ലെങ്കിൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം ആ ഒരു സമയത്താണ് ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് വന്നത്. ഗാന്ധിജി 1916 മുതൽ തന്നെ എന്തുണ്ടായിരുന്നു? സമരങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയാൻ തുടങ്ങിയത് ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നാട്ടുമ്പുറത്തെ സമരങ്ങളൊക്കെ കഴിഞ്ഞ് ഗാന്ധിജി ഇന്ത്യ മുഴുവനുള്ള ഒരു സമരത്തിലേക്ക് വരാണ്. ആര്? ഗാന്ധിജി. അതായിരുന്നു 1919 മുതൽ 48 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം അല്ലെങ്കിൽ ഗാന്ധിയൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഇയർ ഡിഡ് ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക? എപ്പോഴാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി? നമ്മൾ പറഞ്ഞല്ലോ, ഗാന്ധിജി പഠനത്തിന്റെ ആവശ്യമായിട്ട് എവിടേക്ക് പോയതായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അല്ലെ, അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. എന്നിട്ട് എപ്പോഴാണ് ഈ ഗാന്ധിജി ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നെന്ന് വെച്ചാൽ മക്കളെ നോക്കണേ, 1915 ജനുവരി 9 ഗാന്ധിജി എവിടേക്ക് തിരിച്ചു വരുന്നത്? നമ്മുടെ ഇന്ത്യയിലോട്ട് തിരിച്ചു. എന്നിട്ടായിരുന്നു ഗാന്ധിജി എന്ത് ചെയ്തത്? ഓരോ സമരങ്ങളിലേക്ക് വന്നത്. എന്ന് വെച്ചാൽ ദേശീയ സമരത്തിലേക്ക് വന്നിട്ടില്ല കേട്ടോ. ദേശീയ സമരത്തിലേക്ക് എപ്പോഴാണ് വരുന്നത്? 1919 മുതലാണല്ലോ കാലഘട്ടം എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ആണ്, വേർ ഇസ് ദ സബർമതി ആശ്രമം ഫൗണ്ടഡ് ബൈ ഗാന്ധിജി? ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമം, ഗാന്ധിജിയുടെ ഒരു ആശ്രമമായിരുന്നു മക്കളെ ഏതെന്ന് പറയുന്നത് സബർമതി ആശ്രമം എന്ന് പറയുന്നത്. അത് എവിടെയാണെന്നാണ് ചോദ്യം. അഹമ്മദാബാദാണോ, കേഡയാണോ, ചമ്പാരനിലായിരുന്നു? മക്കളെ, ഗുജറാത്തിലെ അഹമ്മദാബാദിലായിരുന്നു. ഗുജറാത്തിലാണ് ഈ അഹമ്മദാബാദ് എന്ന സ്ഥലം. ഗുജറാത്തിലെ പോർബന്തറിലാണല്ലോ ഗാന്ധിജി ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ സബർമതി ആശ്രമം എവിടെയായിരുന്നു? അഹമ്മദാബാദിലായിരുന്നു സബർമതി ആശ്രമം എന്ന് പറയുന്നത്. എവിടെയായിരുന്നു? അഹമ്മദാബാദിലായിരുന്നു സബർമതി ആശ്രമം എന്ന് പറയുന്നത്. ഇതൊക്കെ USSൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഫസ്റ്റ് സ്ട്രൈക്ക് ഇൻ ഇന്ത്യ ലെഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജി നടത്തിയ ആദ്യ സ്ട്രൈക്ക് ഏതാണ്? ആദ്യകാല സമരം ഏതാന്ന് നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ആദ്യകാല സമരം ഏതാണെന്ന്. ഗാന്ധിജി എവിടെ നിന്ന് വന്നിട്ട്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 1915 ജനുവരി 9 എത്തി. എന്നിട്ട് ഗാന്ധിജി ആദ്യകാല സമരം ഏതായിരുന്നു? നോക്കണേ, അഹമ്മദാബാദ് മിൽ സമരം എന്ന് വെച്ചാൽ തുണി മിൽ സമരം. അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ, നിസ്സഹകരണ പ്രസ്ഥാനം പറയുന്നുണ്ട്. പിന്നെ ചമ്പാരനും പറയുന്നുണ്ട്.
മക്കളെ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ 3 ആദ്യത്തേത് ചമ്പാരനിലെ ഇൻഡിഗോ ഫാമേഴ്സിന്റെ അല്ലെങ്കിൽ നീലം കർഷകരുടെ സമരമായിരുന്നു. രണ്ടാമത്തതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. മൂന്നാമത്തതാണ് കേഡയിലെ കർഷക സമരം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ ആദ്യത്തേത് ഏതായിരുന്നു? ആദ്യത്തേത് ചമ്പാരൻ സമരമായിരുന്നു. ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ചമ്പാരൻ സത്യാഗ്രഹ ടേക്ക് പ്ലേസ്? ഏത് വർഷമാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്? ഏത് വർഷമായിരിക്കും മക്കളെ നടക്കുന്നത്? ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ആദ്യത്തേത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1917 ഗാന്ധിജിയുടെ ആദ്യകാല സമരമായിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം വരുന്നത്. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഒക്കെ ക്ലിയർ അല്ലേ? ഇതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഗാന്ധിജിന്റെ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഒരു ഓർഡറിൽ ഗാന്ധിജിനെ കൊണ്ടുപോകാൻ 1915 മുതൽ തുടങ്ങി ഇങ്ങനെ ഓർഡറിൽ 48 വരെ നമ്മൾ എന്ത് ചെയ്യാണ്? പോവാണ്. ഗാന്ധിജി ഇങ്ങനെ ജീവിച്ചിങ്ങനെ ഗാന്ധിജിയൻ പീരീഡ് എന്ന് പറയില്ലേ, ഗാന്ധിയൻ ഇറ എന്ന് പറയില്ലേ, ഗാന്ധിയൻ പീരീഡ് എന്ന് പറഞ്ഞില്ലേ, ഗാന്ധിയൻ കാലഘട്ടം എന്ന്. ആ കാലഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഓരോ വർഷത്തിലൂടെ പിന്നിട്ട് പോവുക. ഇനി വിച്ച് വാസ് ദ ഗാന്ധിസ് ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക് ഇൻ ഇന്ത്യ അല്ലെ? എന്ന് വെച്ചാൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം. നിരാഹാരം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വിശന്നിരിക്കുന്ന സമരമാണ് ഇത്, നിരാഹാര സമരം എന്ന് പറഞ്ഞത്. വിശന്നാൽ എന്തല്ല, ഒന്നും കഴിക്കാതിരിക്കും. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പന്തലൊക്കെ കെട്ടിയിട്ട് സൈഡിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന പോലെ ഇങ്ങനെ കിടക്കുന്നത്, ഒരാളെ കൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ലേ? അതേപോലെ തന്നെ ഗാന്ധിജി നടത്തിയ ആദ്യം എന്തെന്ന് പറയാം, ഈ നിരാഹാര സമരമായിരുന്നു. അതും ഏത് തന്നെയായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം തന്നെയായിരുന്നു. ചമ്പാരൻ സമരം തന്നെയായിരുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വെൻ അഗ്രികൾച്ചർ ക്രോപ്സ് വെയർ ഡിസ്ട്രോയിഡ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ് ഡേ? പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് മക്കൾ എന്ത് സംഭവിക്കും? പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞാൽ എന്താ? മഴ വലുതായിട്ട് പെയ്യാം, അല്ലെങ്കിൽ മഴ കിട്ടാതിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ തുടർന്ന് എന്ത് കിട്ടിയില്ല? ഇവർക്ക് കൃഷി നഷ്ടപ്പെട്ടു പോയി. കൃഷി നഷ്ടപ്പെട്ടു പോയപ്പോഴും ബ്രിട്ടീഷുകാർക്ക് വലിയ വലിയ നികുതി ആര് കൊടുക്കേണ്ടി വന്നിരുന്നു? കർഷകർ കൊടുക്കേണ്ടി വന്നിരുന്നു. ആ ഒരു നികുതിക്ക് വേണ്ടി എതിരെ പോരാടിയ സമരം ഏതാണെന്ന് ചോദിക്കുന്നത്. ചമ്പാരനുണ്ട്, അഹമ്മദാബാദുണ്ട്, കേഡുണ്ട്. മക്കളെ, കേഡയിലെ കർഷക സമരമാണ്. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് കൃഷി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും ആ നികുതി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി ഇടപെട്ട 3ാമത്തെ സമരമായിരുന്നു കേഡയിലെ കർഷക സമരം എന്നാണ്. ഇനി അടുത്താണ് റൗലറ്റിലോ. ഏതായിരുന്നു? റൗലറ്റിനോ. മക്കളെ, റൗലറ്റ് നിയമം എന്താണ്? റൗലറ്റ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യക്കാരെ നേതാക്കന്മാരെ മുഴുവൻ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകും. എന്ത് പേര് പറഞ്ഞെന്നറിയോ? നിങ്ങൾ തീവ്രവാദികളാന്ന് പറഞ്ഞിട്ട്. ആടാ, കേസൊന്നുമില്ല, നേരെ തീവ്രവാദികളാന്ന് പറഞ്ഞിട്ട് നമ്മളെ കോടതിയിലൊന്നും കൊണ്ടുപോകാതെ എവിടേക്ക് കൊണ്ടുപോകായിരുന്നു? ജയിലിൽ കൊണ്ടുപോയി അടക്കാം. അവിടെ എന്തില്ല, നമ്മൾ സാധാരണ എന്തെങ്കിലും കുറ്റം ചെയ്ത് എവിടെ കൊണ്ടുപോവാ? ജയിലിൽ, കോടതി കൊണ്ടുപോയിട്ട് തെളിയിച്ചിട്ടല്ലേ ജയിലിൽ കൊണ്ടുപോവാ. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, തീവ്രവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? റൗലറ്റ് നിയമം. ആ നിയമത്തിന്റെ പേരാണ് റൗലറ്റ് നിയമം. ഇതൊരു കരിനിയമമാണ്. അതെന്നാണ് പാസ്സാക്കിയതെന്ന് ചോദിക്കുന്നത്. മക്കളെ, 1919 ഏപ്രിൽ 6 ഏപ്രിൽ 6 എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ കരിനിയമം, റൗലറ്റിലോ അല്ലെങ്കിൽ റൗലറ്റ് നിയമം പാസ്സാക്കുന്നത്. ഇൻ വിച്ച് ഇയർ വാസ് ദ ജാലിയൻ വാലാബാഗ് മസാക്കർ? ജാലിയൻ വാലാബാഗ് മസാക്കർ ആണ് ചോദിക്കുന്നത്. മക്കളെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കേട്ടിട്ടില്ലേ? ഒരു വലിയ മൈതാനത്ത് വെച്ച് എന്ത് ചെയ്യാണ്? ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഇന്ത്യക്കാർ ഇങ്ങനെ നിൽക്കാണ്. ഒരു സ്ഥലത്ത് കൂടെ മാത്രമേ വാതിലുള്ളൂ. ആ വാതിലിന്റെ അവിടെ നിന്ന് ആരംഭിക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാർ നിന്നിട്ട് തുരുതുരാ വെടിവെച്ചു. ആ സംഭവമായിരുന്നു എന്തെന്ന് പറയുന്നത്? ജാലിയൻ വാലാബാഗ്. അത് നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃത്സറിലായിരുന്നു. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ആ ഒരു സംഭവം ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമാണ് ചോദിക്കുന്നത്. മക്കളെ, ആ റൗലറ്റ് നിയമം പാസ്സാക്കിയില്ലേ, കരിനിയമമായിട്ടുള്ള റൗലറ്റിലോ, അതേ വർഷം തന്നെയാണ് ജാലിയൻ വാലാബാഗ് പഞ്ചാബിലെ അമൃത്സറിൽ നടക്കുന്നത്. ഏതാണ് വർഷം? 1919 അതുപോലെ തന്നെ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വിച്ച് ഓഫ് ദ ഗ്രൂപ്പ് ഫോംഡ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആക്ഷൻ അഗൈൻസ്റ്റ് ദി കാലിഫേറ്റ് ഓഫ് തുർക്കി. നോക്കണം മക്കളെ, തുർക്കിയിലെ ഖലീഫ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു ഖലീഫ എന്നുള്ളത് ഒരു പദവിയായിരുന്നു അല്ലെ? ഖലീഫ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പല ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മുസ്ലിം വിഭാഗക്കാരെ സ്വാഭാവികമായിട്ട് മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഖലീഫ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഓരോ ഖലീഫമാർ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഖലീഫമാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ ഖലീഫ എന്നുള്ള തുർക്കിയിലെ ഒരു ഖലീഫക്കെതിരെയുള്ള, അവിടെ ഉണ്ടായിരുന്ന ഒരു ഖലീഫക്കെതിരെയുള്ള ബ്രിട്ടീഷുകാരുടെ ആ ഒരു പോരാട്ടം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ചൂഷണത്തിനെതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സമരം വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. ആ സമരത്തിന്റെ പേര് മക്കളെ ഖലീഫ എന്നുള്ള വാക്കാലേക്കുമ്പോൾ ഇവിടെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട പേര് ഏതാണ്? ഖിലാഫത്ത്. ഖലീഫ, ഖിലാഫത്ത്. അങ്ങനെ പഠിക്കാൻ പറ്റൂലേ? ഖലീഫ എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഖിലാഫത്താണെന്ന് മനസ്സിലാക്കാം. പേരിൽ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനമായിരുന്നു, ഖിലാഫത്ത് മൂവ്മെന്റ് ആയിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടന എന്ന് പറഞ്ഞത്.
അതുപോലെ തന്നെ അതിന്റെ ലീഡർ ആരാന്ന് ചോദിക്കുന്നത് ഈ ഇന്ത്യയിൽ ഇത് ലോകം മുഴുവനുള്ളൊരു സംഘടനയായിരുന്നു, അല്ലെങ്കിൽ ഒരു സമരമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്, ഖിലാഫത്ത് മൂവ്മെന്റ്. അതിന്റെ ഇന്ത്യയിലെ നേതാക്കന്മാർ ആരൊക്കെയാന്ന് വെച്ചാൽ മക്കളെ അലി ബ്രദേഴ്സ് എന്നറിയപ്പെടും, അലി സഹോദരന്മാർ എന്നറിയപ്പെടും. ആരാണ് ഈ അലി സഹോദരന്മാർ? രണ്ടാളാണ്. ആരൊക്കെ? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ നേതാക്കന്മാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് ആക്ഷൻ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? അല്ലെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ രണ്ട് തരം പരിപാടി എന്ന് വെച്ചാൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ നിസ്സഹകരണ സമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരിക്കാതിരിക്കാം. സഹകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു നിങ്ങളോട് മക്കളെ പഠിക്കണേ, അപ്പൊ മക്കൾ എന്തെങ്കിലും പഠിക്കൂല. അതെന്താണ്? സഹകരിക്കാതിരിക്കുക. മക്കളെ ആ പെണ്ണൊന്ന് തരൂല. ഇതെന്താണ്? സഹകരിക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇല്ല, സഹകരിക്കൂല അങ്ങനെ പറഞ്ഞാൽ. അപ്പൊ അതിൽ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ സഹകരിക്കാതെ ഇരുന്നതെന്നാണ് ചോദിക്കുന്നത്. മക്കളെ ഏതിലാണെന്ന് വെച്ചാൽ നമ്മുടെ ടാക്സ് ഇവേഷൻ ബോയ്കോട്ട് ഓഫ് കോർട്ട്, കോടതികൾ ബഹിഷ്കരിക്കുകയും അതുപോലെ തന്നെ നികുതി നൽകാതിരുന്നിട്ടുമായിരുന്നു നമ്മുടെ കർമ്മ പരിപാടികൾ എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് വന്നത്. കോടതിയിൽ എന്ത് ചെയ്തില്ല? നമ്മളെ വക്കീലന്മാരൊന്നും പോയില്ല. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന നികുതി എന്ത് ചെയ്തില്ല? നമ്മൾ കൊടുത്തില്ല. ഇങ്ങനെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കർമ്മ പരിപാടികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ മലബാർ റെബല്യൻ? നോക്കണേ മക്കളെ, കേരളത്തിലെ കർഷക കലാപം എന്നൊക്കെ ഇതിനെ അറിയപ്പെടാറുണ്ട്. മലബാർ റെബല്യൻ അല്ലെങ്കിൽ മലബാർ കലാപം നടന്ന വർഷം. ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, മമ്മൂട്ടിയുടെ സിനിമയാണ്. 1921 1921 മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് നടക്കുന്നത്? കലാപം നടക്കുന്നത്. കർഷക കലാപം എന്ന് അറിയപ്പെടും, മാപ്പിള കലാപം എന്നറിയപ്പെടും. പല രീതിയിലും എന്ത് ചെയ്യാറുണ്ട്? ഈ കലാപത്തെ അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ വാഗൺ മസാക്കർ. ആ സമയത്ത് നടന്ന ഒരു സംഭവമായിരുന്നു, മലബാർ കലാപത്തെ തുടർന്നുണ്ടായ ഒരു സംഭവമായിരുന്നു വാഗൺ ട്രാജഡി എന്ന് പറയും. വാഗൺ കൂട്ടക്കൊല എന്ന് വെച്ചാൽ ഒരു ട്രെയിനിൽ എന്ത് ചെയ്തു മക്കളെ? ഒരു ചെറിയ ബോഗി ഉണ്ടാവില്ല ട്രെയിനിൽ, ഒന്നില്ല, ഒരു റൂമിൽ നിറച്ച ആൾക്കാരെ കയറ്റിയിട്ട് കുറ്റിട്ടാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ശ്വാസം കിട്ടോ? ഇല്ല. ഒരുപാട് ആളുകൾ മരിച്ചു പോകും. അപ്പൊ ഈ മലബാർ കലാപത്തെ തുടർന്നുണ്ടായ ഒരു കൂട്ടക്കൊലയാണ് എന്തെന്ന് പറയുന്നത്? വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. തിരൂര് എന്നുള്ള സ്ഥലമുണ്ട്, മലപ്പുറം ജില്ലയിലെ തിരൂർ എന്നുള്ള സ്ഥലത്ത് അതിന്റെ ഒരു സ്മാരകമായിട്ട് അവിടെ ട്രെയിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് തന്നെ ഉണ്ട്. അവിടെ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. വാഗൺ ട്രാജഡി എന്നാണ് ആ ബിൽഡിങ്ങിന്റെ പേര് തന്നെ കേട്ടോ. അപ്പൊ അതെന്നാണ് നടന്നത് വെച്ചാൽ അതേ വർഷം തന്നെയാണ് 1921 1921 തന്നെയായിരുന്നു അത് നടക്കുന്നത്. അതുപോലെ തന്നെ ഫാമേഴ്സ് അറ്റാക്ക്ഡ് പോലീസ് സ്റ്റേഷൻ ഇൻ ഉത്തർപ്രദേശ്. മക്കളെ ഈ കർഷകരൊക്കെ കൂടി എന്ത് ചെയ്തിരുന്നു? ഉത്തർപ്രദേശ് ഈ നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഉത്തർപ്രദേശിലെ പോലീസ് സ്റ്റേഷനൊക്കെ ആക്രമിച്ചിരുന്നു. ആ ഒരു സംഭവം എന്താണെന്നാണ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്തു? ആക്രമിച്ചു. അതിൽ ഏകദേശം 22 പോലീസുകാരൊക്കെ മരിച്ചിരുന്നു. ആ സംഭവത്തെ അറിയപ്പെടുന്ന പേരാണ് ചൗരി ചൗര സംഭവം എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ചൗരി ചൗര ഇൻസിഡന്റ് എന്നാണ്. നമ്മുടെ കർഷകർ ഉത്തർപ്രദേശിലെ ഒരു ചൗരി ചൗര എന്നുള്ള ഗ്രാമത്തിന്റെ പേരാണ് ചൗരി ചൗര. ആ ഗ്രാമത്തിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് തീയിടാണ്. അപ്പൊ പോലീസ് സ്റ്റേഷൻ തീയിട്ടപ്പോൾ എന്ത് ചെയ്തു? അവിടുത്തെ പോലീസുകാർ മരിച്ചു. എത്ര പോലീസുകാർ? ഏകദേശം 22 പോലീസുകാർ മരിച്ചു. ആ ഒരു സംഭവത്തെ അറിയപ്പെടുന്ന പേരാണ് ചൗരി ചൗര ഇൻസിഡന്റ്, ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ വൈക്കം സത്യാഗ്രഹം ടുക്ക് പ്ലേസ്? മക്കളെ പിന്നീട് വന്ന ഒരു സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. അതുപോലെ തന്നെ വേറൊരു സംഭവം നടന്നായിരുന്നു സവർണ ജാഥ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ ജാതി വ്യവസ്ഥക്കെതിരായിട്ടും അങ്ങനെയൊക്കെ നടന്ന ഒരു ജാഥയായിരുന്നു സവർണ ജാഥ. അതെവിടെ മുതൽ എന്ന് വെച്ചാൽ മക്കളെ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ഏത് ജാഥ എന്ന് പറഞ്ഞാൽ ഈ സവർണ ജാഥ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജാതി വ്യവസ്ഥക്കെതിരെയൊക്കെ നടന്നായിരുന്നു സവർണ ജാഥ എന്ന് പറഞ്ഞത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ഈ ജാഥ എന്ന് പറയുന്നത്. ദ കോൺഗ്രസ് മീറ്റിംഗ് ഡിസൈഡ് ടു സ്റ്റാർട്ട് ദ ഇലീഗൽ മൂവ്മെന്റ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഗാന്ധി. ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ എന്ത് ചെയ്തു? നേതൃത്വത്തിൽ നിയമലംഘനം, പുതിയൊരു രീതിയാണ്, പുതിയ സമരമായിരുന്നു ഏതെന്ന് പറയുന്നത്. നിയമങ്ങളൊക്കെ ലംഘിക്കാം. ബ്രിട്ടീഷുകാർ എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരുന്നോ അതൊക്കെ ലംഘിക്കുന്ന ഒരു രീതിയായിരുന്നു നിയമലംഘനം. അതെന്തായിരുന്നു? ഏത് സെക്ഷനിലാണെന്ന് വെച്ചാൽ ലാഹോർ സെക്ഷനിലായിരുന്നു ഇത് നടക്കുന്നത്. ലാഹോർ സമ്മേളനത്തിലായിരുന്നു ഇത് നടക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നടന്നായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് എന്ത് എഴുതെന്ന് പറഞ്ഞു? നമ്മളോട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാർ. അപ്പൊ നിയമം ലംഘിക്കണ്ടേ? ഗാന്ധിജി നിയമം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് പയ്യന്നൂർ, മക്കളെ നമ്മുടെ കണ്ണൂരിന്റെ കോഴിക്കോടിന്റെ ഒക്കെ ഇടയിലായിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഒരു സ്ഥലമായിരുന്നു പയ്യന്നൂർ എന്ന് പറയുന്നത്. ഈ പയ്യന്നൂർ എന്ത് ചെയ്യുന്നു? പയ്യന്നൂർ കടപ്പുറത്ത് വെച്ചിട്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? ഒരു ഉപ്പ് സത്യാഗ്രഹം നടന്നിരുന്നു. ഈ നിയമം ലംഘിച്ചിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു?
കെ കേളപ്പനായിരുന്നു. ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു അല്ലെ. നമ്മളെ കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1932 ആണ്. 1932 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. നോക്കണേ. പിന്നെ അതുപോലെ തന്നെ മറ്റേ സുഭാഷ് ചന്ദ്രബോസ് ആ സമയത്ത് സ്വാതന്ത്ര്യ സമരത്ത് സുഭാഷ് ചന്ദ്രബോസ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? യു ഗിവ് മീ ബ്ലഡ്, ഐ വിൽ ഗിവ് യു ഫ്രീഡം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? സ്വാതന്ത്ര്യം തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? രക്തം കൊടുത്താൽ സ്വാതന്ത്ര്യം തരലാണ്. അല്ല, നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തയ്യാറാണ്. ചിലപ്പോൾ നമ്മൾ മരിക്കും, ചിലപ്പോൾ നമ്മുടെ എന്തായിരിക്കും കയ്യോ കാലൊക്കെ പോയിന്ന് വരും. പക്ഷെ നമുക്ക് എന്ത് കിട്ടും? സ്വാതന്ത്ര്യം കിട്ടും എന്നാണ് ആര് പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത്. ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ ഇന്ത്യൻ നാഷണൽ ആർമി? മക്കളെ, സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഏറ്റെടുത്ത ഒരു ആർമി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി. അതിനെ നമ്മൾ എന്ത് പറയും? INA എന്ന് നമ്മൾ ഷോർട്ടാക്കി വിളിക്കട്ടെ, ഇന്ത്യൻ നാഷണൽ ആർമിയെ. അത് ആരുടേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുഭാഷ് ചന്ദ്രബോസിന്റെ അല്ല കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു. ചിലപ്പോൾ മക്കൾ എന്തായിരിക്കും ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് കാണാൻ പറ്റും. പക്ഷെ ആരുടേതായിരുന്നു? റാഷ് ബിഹാരി ബോസിന്റേതായിരുന്നു. ആരുടേതായിരുന്നു? റാഷ് ബിഹാരി ബോസിന്റേതായിരുന്നു നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമി. പിന്നീട് അതിന്റെ നേതൃത്വം ആരെ ഏറ്റെടുക്കുകയായിരുന്നു? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷമാണ് ചോദിക്കുന്നത്. ഏതായിരുന്നു? 1918. ആദ്യകാല സമരങ്ങളാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ റൗലറ്റ് നിയമം നിലവിൽ വന്ന വർഷം 1919. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ഗാന്ധിജി എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റിന് മടക്കി കൊടുത്ത ഒരു എന്തുണ്ടായിരുന്നു? ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ഗാന്ധിജിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒക്കെ ഒരു അവാർഡ് കൊടുത്തിരുന്നു. ആ അവാർഡ് എന്ത് ചെയ്തു? ജാലിയൻവാലാബാഗിൽ പ്രതിഷേധിച്ചു. ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിരുന്നു ജാലിയൻവാലാബാഗിൽ. ആ ജാലിയൻവാലാബാഗ് ഓർമ്മയില്ലേ? ഒരു മൈതാനത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ജനറൽ ഡയർ എന്നുള്ള ഒരു ബ്രിട്ടീഷുകാരന്റെ നേതൃത്വത്തിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാണ്? തുരുതുരാ വെടിവെച്ച സംഭവമായിരുന്നു ഏത്? ജാലിയൻവാലാബാഗ് മസാക്കർ എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല എന്ന് പറഞ്ഞത്. അപ്പൊ ആ പദവി ഏതായിരുന്നു? കൈസർ ഇ ഹിന്ദ്. ഏതായിരുന്നു? കൈസർ ഇ എന്തായിരുന്നു? ഗാന്ധിജി എന്ത് ചെയ്ത്? മടക്കി കൊടുത്തു. നിങ്ങളെ പദവി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി കൊടുത്തു. അതുപോലെ തന്നെ ഹൂ കിൽഡ് മൈക്ക്? ഇതാ നോക്കണേ, നമ്മൾ പറഞ്ഞില്ല മക്കളെ, ജനറൽ ഡയർ. ആ ഏതിനു വേണ്ടിയിട്ട്? നമ്മുടെ ജാലിയൻവാലാബാഗ് മസാക്കറിൽ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ആളായിരുന്നു ജനറൽ ഡയർ. അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യക്കാരന് പോയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിട്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് എന്ത് ചെയ്തു? കൊന്നു. അത് ഏത് വ്യക്തിയാണ്? ഉദ്ധം സിംഗ്. കാരണം എന്താ? രാജസ്നേഹിയായിരുന്നു. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ആരെ കൊന്നു? ജനറൽ ഡയറിനെ കൊന്നു എന്നാ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് ആരെന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, തുർക്കിയിലെ ഖലീഫ ഖിലാഫത്ത് മൂവ്മെന്റ് വന്ന് അത് തന്നെയായിരുന്നു ലോക മുസ്ലിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു? ഒപ്പമുണ്ടായിരുന്ന മക്കളെ മൗലാന ഷൗക്കത്ത് അലി ആയിരുന്നു. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി എവിടെ സന്ദർശിച്ചിരുന്നു? കേരളത്തിലേക്ക് വന്നിരുന്നു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മൗലാന ഷൗക്കത്ത് അലി ആയിരുന്നു കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റേറ്റ് വെയർ ചൗരി ചൗര ഇൻസിഡന്റ്. ഇത് ഏത് സ്റ്റേറ്റിലാണ്? എന്താ ചൗരി ചൗര സംഭവം? നമ്മള് പോലീസ് സ്റ്റേഷൻ പോയിട്ട് എന്ത് ചെയ്തിട്ട് 22 പോലീസുകാരെ കൊന്നില്ലേ? ആ സംഭവം ഏതായിരുന്നു മക്കളെ? ഉത്തർപ്രദേശിലാണ്. ഏതെന്ന് പറയുന്നത്? ഈ ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് വൺ ഓഫ് ദ മെയിൻ സെന്റർ ഓഫ് ദി ഉപ്പ് സത്യാഗ്രഹം ഇൻ കേരള? അല്ലെ, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏതായിരുന്നു? തൃശ്ശൂർ ആയിരുന്നു പ്രധാന കേന്ദ്രങ്ങൾ. അതിലെന്തുണ്ടായിരുന്നില്ല? കേരളത്തിലെ സത്യാഗ്രഹങ്ങളിൽ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ എന്തുണ്ടായിരുന്നില്ല? നമ്മുടെ കേരള സത്യാഗ്രഹത്തിൽ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നില്ല. ബാക്കി ഏതൊക്കെയാണ്? പയ്യന്നൂരും കോഴിക്കോടൊക്കെ എന്തുണ്ടായിരുന്നു? നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സാൾട്ട് സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ മക്കളെ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ഗാന്ധിജി, അല്ലെങ്കിൽ ഗാന്ധിജിയും സ്വാതന്ത്ര്യ അല്ലെങ്കിൽ സമരങ്ങളും അല്ലെ, സമരങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് മക്കളെ USSന് പഠിക്കേണ്ടത്. അപ്പൊ സെറ്റ് ആവാൻ നിങ്ങൾ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്കോളർഷിപ്പും കിട്ടും. അതുപോലെ തന്നെ ഫ്ലെക്സിൽ നമ്മുടെ ഫോട്ടോയും വരും. നമ്മുടെ പാരന്റ്സിനൊക്കെ അടിപൊളി ഹാപ്പി ആവും. അപ്പോൾ ഹാപ്പി ആവണ്ടേ? സെറ്റ് ആവണ്ടേ? ഓക്കെടാ, ബൈ ബൈ.